പാഠം 8 വീരയുഗം ക്രിസ്തുവിനു മുമ്പ് 11 നൂറ്റാണ്ട്. ദക്ഷിണ ലെവാന്റ്. 11 നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ സാഹചര്യങ്ങൾ സംഗ്രഹിക്കേണ്ടതുണ്ട്. കനാന്യർ വടക്കൻ താഴ്വരകളിലും സമതലങ്ങളിലും തുടർന്നു താമസിച്ചു. ഫെലിസ്ത്യർ തെക്കൻ തീരദേശ സമതലങ്ങളിൽ താമസിച്ചു. ഇസ്രായേൽ ഗോത്രങ്ങൾ മലനാടുകളിൽ ആയിരുന്നു. ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഗോത്രങ്ങൾ കനാന്യരെയും അമോര്യരെയും പുറത്താക്കാൻ കഴിഞ്ഞിരുന്നില്ല. പുരാവസ്തു സർവേകൾ സൂചിപ്പിക്കുന്നത് പുരാവസ്തു മേഖലയുടെ അതിരുകളിൽ ഇടയന്മാർ താമസമാക്കിയതായിട്ടായിരുന്നു. അവർ വ്യാപിച്ചു മിശ്ര കൃഷി പ്രദേശങ്ങളിൽ കുടിയേറ്റങ്ങൾ സ്ഥാപിച്ചു. അവർ ടെറസുകൾ വികസിപ്പിച്ചു, മുന്തിരിത്തോട്ടങ്ങളും പഴത്തോട്ടങ്ങളും നട്ടു. രാജ്യം താരതമ്യേന ആളൊഴിഞ്ഞതായിരുന്നു. ഇത് അപ്പരു കുറ്റവാളികൾക്കും ശാസു ഇടയന്മാർക്കും അഭയം നൽകി. തെക്കൻ ഗോത്രങ്ങൾ. 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ അദോനി ബെസിക് എന്ന രാജാവിൻ്റെ വിചിത്രമായ കഥ പറയുന്നു. യൂദാ കീഴടക്കൽ തുടരുകയാണെന്ന് തോന്നുന്നു. കനാന്യർക്കെതിരെ പോകാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. യുദ്ധത്തിൽ യൂദാ ബെസിക്ക് 10,000 പുരുഷന്മാരെ കൊന്നു. അവർ രാജാവിനെ പിടികൂടി. അദ്ദേഹം പിടികൂടിയ 70 രാജാക്കന്മാരുടെ വിരൽത്തുമ്പും വലിയ കാൽവിരലും വെട്ടിയെടുത്തതായി അറിഞ്ഞു. അവർ അദോനി ബെസിക്കിനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി നഗരം കീഴടക്കി അതിനെ കത്തിച്ചു. അദോനി ബെസിക് നഗരത്തിൻ്റെ ഭരണാധികാരിയായിരുന്നിരിക്കാം. ഹെബ്രോണും ദെബീരും പിടിച്ചെടുത്തത് വീണ്ടും പരാമർശിക്കുന്നു. ദെബീരിൻ്റെ പഴയ പേര് കെരിയോത്ത് സാഫർ എന്നാണ്. മോശയുടെ അമ്മായിയപ്പനായ ഹോബാബിൻ്റെ പേര് 16 വാക്യത്തിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. പക്ഷേ സെപ്റ്റുവജിൻ്റിൽ അത് നൽകിയിട്ടുണ്ട്. മനശ്ശെ, എഫ്രയീം, സെബുലൂൻ, ദാൻ എന്നിവരുടെ കൈവശം ആകാത്ത പല സ്ഥലങ്ങളും പരാമർശിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം ശക്തമായ മതപരമായ അർത്ഥങ്ങളുള്ള ഒരു രാഷ്ട്രീയ പ്രബന്ധമാണ്. ഈ പുസ്തകത്തിൻ്റെ അവസാന വാക്യം ഇപ്രകാരം: ആ കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തങ്ങളുടെ കണ്ണിൽ ശരിയായത് ചെയ്യുകയായിരുന്നു. പുസ്തകത്തിൽ പ്രാധാന്യമുള്ള വ്യക്തികളിൽ നാം ശ്രദ്ധ കേന്ദ്രീകരിക്കും. ന്യായാധിപന്മാർ ഒരു പ്രത്യേക ദൗത്യം പൂർത്തിയാക്കാനുള്ള ഉള്ളിലെ പ്രേരണയാൽ ജനങ്ങളുടെ രക്ഷകരായി മുന്നോട്ട് വന്ന കരിസ്മാറ്റിക് വ്യക്തിത്വങ്ങളായിരുന്നു. കെനാസിൻ്റെ മകനായ ഒത്നിയേൽ ഒരു കെനിസ്യൻ ആയിരുന്നു. ശത്രു ഹുറിയൻ ആണോ? കാസൈറ്റ് ആണോ? ചിലർ കൂഷ്ഷിദിയാമിനെ മിസ്രയീം ഇടക്കാലത്ത് സിറിയൻ ഭരണാധികാരിയുമായി ബന്ധിപ്പിക്കുന്നു. ഒത്നിയേൽ ദെബീർ, കിരിയോത്ത്, സഫർ എന്നിവ പിടിച്ചു. കാലേബിൻ്റെ മകളെ സമ്മാനമായി ലഭിച്ചു. ചരിത്ര ഭൂമിശാസ്ത്രത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ കുഷാൻ ഋഷതീമുമായുള്ള അദ്ദേഹത്തിൻ്റെ സംഘർഷം നിഗൂഢത നിറഞ്ഞതാണ്. ബെന്യാമിന്യനായ സോരയുടെ മകനായ എഹൂദ് മോവാബ് രാജാവായ എഗ്ലോനെ പനതരമായ യെരിഹോയിൽ കൊന്നു. ഗിലെയാദ് സമാരിയ അറിയപ്പെടാത്തത്. എഫ്രയീം മലനിരകൾ. ജോർദാൻ്റെ കടവുകളും ഈ കഥയിൽ യഥാർത്ഥ പങ്ക് വഹിക്കുന്നു. ഈ പ്രവൃത്തിയുടെ നാടകീയത വലതുകൈയുടെ മകൻ എന്നർത്ഥമുള്ള ഗോത്രനാമവുമായി ബന്ധപ്പെട്ടതായി തോന്നുന്നു. യഹൂദ് ഇടതുകൈക്കാരനും ഇരുകൈകളിലും സമർത്ഥനുമാണ്. തൻ്റെ ആയുധം വലതുകാലിൽ മറയ്ക്കാൻ കഴിയും. യഹൂദ് രക്ഷപ്പെട്ടപ്പോൾ ബെന്യാമിൻ, എഫ്രയീം, മനശ്ശെ എന്നിവയുടെ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന എഫ്രയീം മലനാടിൻ്റെ ഗോത്രവിഭാഗത്തെ വിളിച്ചു. ജോർദാൻ കടവുകൾ തടഞ്ഞുകൊണ്ട് അദ്ദേഹം നിരവധി മോവാബ്യരെ കൊന്നു. ഇസ്രായേലിനെ മോവാബ്യരുടെ അധികാരത്തിൽ നിന്നും മോചിപ്പിച്ചു. അനാത്തിൻ്റെ മകൻ ഷമീർ ഫെലിസ്ത്യരെതിരെ പോരാടി.
അവൻ 600 ഫെലിസ്ത്യരെ കാളകളെ ചവിട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായ കാളക്കോൽ ഉപയോഗിച്ച് കൊന്നു. അവൻ്റെ പേര് ഹുറിയൻ. അനാത്ത് വടക്കു പടിഞ്ഞാറൻ സെമിറ്റിക് പരമ്പരപ്പിലെ യോദ്ധാവും വേട്ടക്കാരിയും ആയ ദേവിയാണ്. ദെബീർ ബാരാഖ് ഹാസോറിൽ ജാബിൻ രാജാവായിരുന്നു. അവൻ്റെ സേനാനായകൻ സിസർ ഹർഷത്ത് ഹഗോയും ജാതികളുടെ ഗലീൽ എന്ന സ്ഥലത്ത് താമസിച്ചു. ഹാസോർ തീവെച്ച് ചുട്ടുകളഞ്ഞു. അതിലെ രാജാവ് കൊല്ലപ്പെട്ടു. അതേ നഗരം 20 വർഷമായി ഇസ്രായേല്യരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. ലാപിദോത്തിൻ്റെ ഭാര്യയായ പ്രവാചകയായ ദെബീർ അന്നത്തെ കാലത്ത് എഫ്രൈമിൻ്റെ മലനാട്ടിലെ രാമയുടെയും ബേതേലിൻ്റെയും ഇടയിൽ ഉള്ള പനമരത്തിനടിയിൽ ഇസ്രായേലിനെ ന്യായം വിധിച്ചു കൊണ്ടിരുന്നു. അവളുടെ സ്വാധീനം വ്യാപകമായിരുന്നു. അവൾക്ക് അടിയന്തരാവസ്ഥ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. ഈ സംഘർഷം ഗദ്യരൂപത്തിൽ 4-ാം അധ്യായത്തിലും കാവ്യരൂപത്തിൽ 5-ാം അധ്യായത്തിലും പറയപ്പെടുന്നു. ഈ 2 രൂപങ്ങൾ താരതമ്യം ചെയ്യുന്നത് വളരെ സഹായകരമാണ്. ദെബീർ ബെസിക്കിനെ വിളിച്ചു സെബുലൂണിൽ നിന്നും നഫ്താലിയിൽ നിന്നും 10,000 പുരുഷന്മാരെ സമാഹരിച്ച് അവരെ താബോർ മലയിൽ എത്തിക്കണമെന്ന് പറഞ്ഞു. അവൻ അവളോടൊപ്പം പോകണമെന്ന് ഉറപ്പിച്ചു. അവൾ സമ്മതിച്ചു. പക്ഷേ വിജയത്തിന് ഒരു സ്ത്രീക്ക് ക്രെഡിറ്റ് ലഭിക്കുമെന്ന് അവൻ പറഞ്ഞു. സീസരയ്ക്ക് ഇരുമ്പ് ഘടിപ്പിച്ച 900 രഥങ്ങൾ ഉണ്ടായിരുന്നു. താഴ്വരയിൽ വീഴുന്ന വെള്ളം മുഴുവൻ കീശോൻ നദി വറ്റിച്ചു കളഞ്ഞു. കവിതാരൂപം നമ്മോട് പറയുന്നു, ദൈവം ഇസ്രായേലിനായി യുദ്ധം ചെയ്തു. ആകാശം മഴ പെയ്തു. മണ്ണിൽ രഥങ്ങൾ സഞ്ചരിക്കാൻ കഴിയാതെ ബരാക്കിൻ്റെ ലഘുശസ്ത്രധാരികളായ സൈനികർ അവരെ വേഗത്തിൽ തോൽപ്പിച്ചു. ഇപ്പോൾ കെന്യനായ ഹെബർ മോശയുടെ സഹോദരിയുടെ ഭർത്താവായ ഹോബാബിൻ്റെ സന്തതികളായ മറ്റു കെന്യരെ വിട്ട് കേദേശിന് സമീപമുള്ള സനായിമിലെ വലിയ വൃക്ഷത്തിനരികിൽ തൻ്റെ കൂടാരം കെട്ടി. സിസർ കാൽനടയായി ഓടി യായേലിൻ്റെ കൂടാരത്തിൽ അഭയം തേടി. കാരണം ഹാസോർ രാജാവായ യാബിനും കെന്യനായ ഹെബറിൻ്റെ കുടുംബവും തമ്മിൽ സഖ്യമുണ്ടായിരുന്നു. അവൻ വെള്ളം ചോദിച്ചു. അവൾ പാൽ കൊടുത്തു. എന്നാൽ ഹേബറിൻ്റെ ഭാര്യയായ യായേൽ കൂടാരത്തിൻ്റെ കുറ്റിയും ചുറ്റികയും എടുത്ത് ക്ഷീണികനായി ഗാഢനിദ്രയിലായിരുന്ന അവൻ്റെ അടുക്കൽ വേഗം ചെന്നു. അവൾ അവൻ്റെ ചെന്നിയിൽ കൂടി കുറ്റി നിലത്തേക്ക് കുത്തിയിറക്കി. സീസര മരിച്ചു. റെയ്നി ഒരു രസകരമായ അഭിപ്രായം പറയുന്നു. ഹെബറും യേലും സംരക്ഷിച്ചിരുന്ന വിശുദ്ധ ക്ഷേത്രത്തിൽ അഭയം തേടിയ സിസരയുടെ മരണം ഒരു സ്വാധീനശാലിയായ സ്ത്രീയുടെ ക്ലാസിക് കഥയാണ്. അവൾ ഒരു ക്രൂരൻ്റെ മരണം അഭയവും അതിഥിസത്കാരവും സംബന്ധിച്ച സാധാരണ നിയമങ്ങളെക്കാൾ മുൻഗണന നൽകുന്നു എന്ന് തിരിച്ചറിഞ്ഞു. മനശ്ശെയുടെ ഗോത്രത്തിൽ ശമരിയിൽ നിന്ന് ഒസ്ട്രെഗോസിൽ നിന്ന് അറിയപ്പെടുന്ന അബിയേസർ കുടുംബത്തിൽ യോവാഷിൻ്റെ മകനായ ഗിദെയോൻ മനശ്ശെ പ്രദേശത്ത് ആയിരുന്നതിനാൽ ഇസ്രായേൽ താഴ്വരയിൽ മിദ്യാനുമായി യുദ്ധം ചെയ്തു. മധ്യപൂർവ്വദേശത്ത് ഒട്ടക നാടോടികൾ കാർഷിക ഗ്രാമീണരെ അടിച്ചമർത്തി അവരുടെ വിളകൾ ബലമായി പിടിച്ചെടുത്തിരുന്നതായി പലതവണ സംഭവിച്ച ഒരു പ്രതിഭാസത്തെയാണ് ഈ വിവരണം വിവരിക്കുന്നത്. മിദ്യാന്യർ വർഷങ്ങളായി ഇത് ചെയ്തു വരികയായിരുന്നു. അവൻ ഭൂമി നശിപ്പിക്കാൻ അതിൽ കയറി എന്ന് എഴുത്ത് നമ്മോട് പറയുന്നു. ഗാസ പ്രദേശത്തെ പരാമർശം തെക്കിൽ നിന്ന് കയറിയ അമാലേക്യരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിലകൾ, ആടുകൾ, കന്നുകാലികൾ, കഴുതകൾ എല്ലാം പിടിച്ചെടുത്തു. ഗിദെയോന്റെ സ്വദേശം എഫ്രൈമായിരുന്നു. ഇത് യഹോവ ആരാധനയുമായി ബന്ധപ്പെട്ടു നിന്നിരുന്ന ഒരു ആരാധനാ കേന്ദ്രമായിരുന്നു. വിജയത്തോടെ ജനങ്ങൾ ബാരക്കിൽ നിന്ന് മാറി. ഗിദെയോൻ യോദ്ധാക്കളെ ഹാരദിൻ്റെ ഉറവിടത്തിൽ കൂട്ടിച്ചേർത്തു. പരമ്പരാഗതമായി ഇന്ന് യഹൂദിൽ ഒഴുകുന്ന നീരുറവ് ശത്രുപാളയങ്ങളിൽ നിന്ന് താഴ്വരയുടെ എതിർവശത്താണ്. അവിടെ നിന്ന് മിദ്യാനികൾ കർഷക യോദ്ധാക്കളുടെ പാളയം കാണാൻ കഴിഞ്ഞിരുന്നില്ല.
ഗിദെയോനോടൊപ്പം ദൈവം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ ദൈവം ഉപയോഗിച്ച സൂക്ഷ്മമായ തയ്യാറെടുപ്പിനെ നമുക്ക് ഊന്നിപ്പറയണം. ആദ്യം 6 അധ്യായത്തിലെ 20-21 വാക്യങ്ങളിൽ വഴിപാടിന്റെ സ്വീകാര്യതയുണ്ട്. 7:37-40 അധ്യായങ്ങളിൽ കമ്പിളിയുടെ വിപരീത അത്ഭുതവും തുടർന്ന് 7 അധ്യായത്തിലെ 13-14 വാക്യങ്ങളിൽ സ്വപ്നത്തിന്റെ മറുശ്രവണവുമുണ്ട്. നഫ്താലി, ആശേർ, മനുഷ്യഗോത്രങ്ങളിൽ നിന്നുള്ള യോദ്ധാക്കൾ പിന്തുടരലിൽ പങ്കുചേർന്നു. എഫ്രയീമ്യർ യോർദാനിലെ കടവുകൾ പിടിച്ചു. അവർ മിദ്യാനികളുടെ 2 നേതാക്കളെ പിടികൂടി. ഗിബിയോൻ പട്ടാളക്കാരെ പിന്തുണയ്ക്കാത്തതിന് സുക്കോത്തിലെയും ഒത്നിയയിലെയും മൂപ്പന്മാർക്ക് ലഭിച്ച ശിക്ഷ അന്ന് നിലനിന്നിരുന്ന അക്രമത്തിന്റെയും ശത്രുതയുടെയും കാലഘട്ടത്തെ വ്യക്തമാക്കുന്നു. ഗിദെയോന്റെ മേൽനോട്ടത്തിൽ ഇസ്രയേൽ താഴ്വരയുടെ മധ്യഭാഗത്തുള്ള ഓഫ്ര ഒരു ഗോത്ര ആരാധനാ കേന്ദ്രമായി മാറി. അദ്ദേഹത്തിന്റെ മകൻ അബീമേലെക്കാണ് ഇസ്രായേലിൽ ഒരു രാജവാഴ്ച സ്ഥാപിക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത്. ശെഖേമ്യ സ്ത്രീയിൽ ഗിദെയോൻ ഉണ്ടായ മകനാണ് അബീമേലെക്ക്. കാനാനിലെ നഗര ഭരണാധികാരികളുടെ രീതിയിൽ ശെഖേമിലെ മുതിർന്നവരെ തൻ്റെ രാജാവായി നിയമിക്കാൻ അദ്ദേഹം പ്രേരിപ്പിച്ചു. അതിനുശേഷം അബിമേലെക്ക് തൻ്റെ 70 സഹോദരങ്ങളെ കൊന്നു. ഏറ്റവും ഇളയ സഹോദരനായ യോത്താം മാത്രമാണ് രക്ഷപ്പെട്ടത്. യോത്താം ഗെരിസീം മലയുടെ മുകളിലേക്ക് കയറി മരങ്ങൾ ഒരു ഭരണാധികാരനെ കണ്ടെത്താൻ ശ്രമിക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു കഥ പറഞ്ഞു. ഒടുവിൽ യോഥാം പ്രവചിച്ചത് നിവർത്തിച്ച ഒരു പ്രശ്നം ശെഖേമിനും അബീമേലെക്കിനും ഇടയിൽ ഉണ്ടായി. കൂടുതൽ വീരകഥകൾ. പൂവയുടെ മകനായ തോല. ഈ ന്യായാധിപനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പൂരിപ്പിക്കാൻ എഴുത്തുകാരന് ശരിയായ വിവരങ്ങൾ ഉണ്ടായിരിക്കില്ല. അദ്ദേഹം ഇസ്സാഖാർ ഗോത്രത്തിൽ നിന്നായിരുന്നു, പക്ഷേ എഫ്രയീം മലയിൽ താമസിച്ചിരുന്നു. അദ്ദേഹത്തെ എഫ്രയീമിലെ മലനിരകളിൽ ശമീരിൽ അടക്കം ചെയ്തു. ഇത് ശമരിയുമായി തുല്യമായിരിക്കുമോ? അവിടെ ഒരു പഴയ പട്ടണം കണ്ടെത്തിയതായി ഖനൻകാർ കണ്ടെത്തിയിട്ടുണ്ട്. ഗിലെയാദിലെ യായീവ്. 30 കഴുതകളിൽ സവാരി ചെയ്ത 30 മക്കളുണ്ടായിരുന്നു. അവർ 30 പട്ടണങ്ങളെ നിയന്ത്രിച്ചു. അദ്ദേഹത്തെ കാമോനിൽ അടക്കം ചെയ്തു. ഇത് തിരിച്ചറിയാത്ത ഒരു സ്ഥലമാണ്. ജിഗിലെയാദിന്റെ മകനായ യിഫ്താഹ്. അവന്റെ അപ്പൻ ഗിലെയാദ്യനായതുകൊണ്ടു അവൻ കുലീന കുലത്തിൽ പെട്ടവനായിരുന്നു. എന്നാൽ അവന്റെ അമ്മ ഒരു വേശ്യയായിരുന്നു. ഒരു കൂട്ടം പുരുഷന്മാരെ കൂട്ടി ടോവിൽ താമസിച്ചിരുന്ന ഒരു പുറത്താക്കപ്പെട്ട വ്യക്തിയായിരുന്നു അവൻ. എത്തേബി എന്നറിയപ്പെടുന്നു. ജെഫ്താഹ് അബിരുവിനെ പോലെയായി. അമ്മോന്യരുമായി നടത്തിയ യുദ്ധത്തിൻ്റെ യഥാർത്ഥ കണക്കിന് മുമ്പായി ഇസ്രായേലിൻ്റെ പ്രശ്നം എന്തായിരുന്നു എന്നതിൻ്റെ ഒരു ദീർഘമായ വിശദീകരണം നൽകുന്നു. അവർ ദൈവത്തെ വിട്ടു ബാൽ, അശേര, അരാം, മോവാബ്, അമ്മോന്യർ, ഫിലിസ്തീർ എന്നിവരുടെ ദേവന്മാരെ സേവിച്ചു. ഇസ്രായേൽ അവരുടെ ശത്രുക്കൾക്കാൽ തകർന്നിരുന്നു. യിഫ്താഹ് അമ്മോന്യരുമായി തർക്കിക്കുകയും പിന്നീട് യുദ്ധത്തിന് ഇറങ്ങുകയും ചെയ്തു. യുദ്ധം നടന്നത് വിശാലമായ ഒരു പ്രദേശത്താണ്. തെളിവനുസരിച്ച് അമ്മോന്യരുടെ പ്രദേശത്തിന് പടിഞ്ഞാറ് ഭാഗത്താണ്. യുദ്ധത്തിൽ യിഫ്താഹ് വിജയിച്ചു. പക്ഷേ ദാരുണമായി. തിടുക്കത്തിൽ ചെയ്തതും ദുരുദ്ദേശ്യപരവുമായ ഒരു ശപത്തിന്റെ ഫലമായി അവൻ സ്വന്തം മകളെ ബലിയർപ്പിച്ചു. അമ്മോന്യർക്കെതിരെ ആയുധമെടുക്കാൻ യിഫ്താഹ് എഫ്രയീം ഗോത്രത്തെ വിളിക്കാത്തതിനെ ചൊല്ലി ഒരു തർക്കം ഉണ്ടായപ്പോൾ യിഫ്താഹ് അവരുമായി യുദ്ധം ചെയ്തു. 42,000 എഫ്രയീമ്യർ കൊല്ലപ്പെട്ടു. ഇവിടെ തന്നെയാണ് ഷീൻ എന്നതും സീൻ എന്നതും തമ്മിലുള്ള വ്യത്യാസം പലരുടെയും ജീവൻ നഷ്ടപ്പെടുത്തിയത്. അവിടെ അവർ അവരോട് പറയാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവർ അത് പറയാൻ കഴിഞ്ഞില്ല. പകരം സിബിൽ എന്ന് പറഞ്ഞു. ഈ കഥയിൽ പല നഗരങ്ങളും പരാമർശിക്കപ്പെടുന്നു. അമ്മോന്യർ ഗിലെയാദിൽ പാളയമിറങ്ങി. ഇസ്രായേല്യർ രാമോത്ത്, മിസ്പ എന്നിവിടങ്ങളിൽ. മിസ്പ ഒരു ആരാധനാ കേന്ദ്രമായിരുന്നു. ഗിലെയാദിലെ ഒരു പുരാതന അംഫിക്ടോണിക് സംഗമ കേന്ദ്രമായിരിക്കാം. ഗാദിനു പകരം ഗിലെയാദ് മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ.
യിഫ്താഹിനെ അവന്റെ പട്ടണമായ സാഫോനിൽ അടക്കം ചെയ്തു. അതിനുശേഷം നമുക്ക് 3 ചെറിയ ന്യായാധിപന്മാർ ഉണ്ടാകുന്നു. ബെത്ലഹേമിലെ ഇബ്ൻസാൻ ഒരു ഗോത്ര നേതാവ്. അദ്ദേഹം സാധാരണയായി യഹൂദയിലെ ബെത്ലഹേമിൽ നിന്ന് അല്ല, ഗലീലിയൻ ബെത്ലഹേമിൽ നിന്നായിരിക്കാം. എഗ്ലോൻ സെബുലൂനിൽ നിന്നായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏക പരാമർശം അദ്ദേഹത്തിൻ്റെ അടക്കം സ്ഥലമാണ്. സെബുലൂൻ ഗോത്രത്തിലെ ഒരു പ്രധാന ഗോത്രമായ എഗ്ലോൻ ആയിരിക്കാം. എഫ്രൈമിലെ ഹില്ലേലിൻ്റെ മകൻ അദോനി. ഒരു വലിയ ഗോത്രത്തിൻ്റെ പിതൃസ്ഥാനമായുള്ള അദ്ദേഹത്തിൻ്റെ സ്ഥാനം മാത്രമാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തെ അമാലേക്യരുടെ മലനാടായ പിരിതോനിൽ അടക്കം ചെയ്തു. എഫ്രൈമിൻ്റെ ദേശത്തിലെ ഒരു മലനാട് അമാലേക്യർ എന്ന് വിളിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ശിംശോൻ ആണ് ഈ പരമ്പരയിലെ അവസാനത്തെ ന്യായാധിപൻ. രാജാക്കന്മാരുടെ കാലത്തിനു മുമ്പുള്ള കരിസ്മാറ്റിക് നേതാക്കളെക്കുറിച്ചുള്ള കഥകളുടെ ചുറ്റളവ് സമാപിപ്പിക്കുന്നവൻ. ദൈവികമായി തിരഞ്ഞെടുത്ത ഒരു രക്ഷകനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എല്ലാ സവിശേഷതകളും ഇതിലുണ്ട്. മുമ്പ് വന്ധ്യയായിരുന്ന ഒരു സ്ത്രീയോട് തൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം, ജനനം മുതൽ നസീറായിരിക്കണമെന്നും മുടി മുറിക്കരുതെന്നും ഉള്ള അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയെക്കുറിച്ചുള്ള പ്രവചനം. ഈ നിയന്ത്രണങ്ങൾ അമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ അവർക്കും ബാധകമായിരുന്നു. ഒരു ദൂതൻ അദ്ദേഹത്തിൻ്റെ ജനനം പ്രഖ്യാപിച്ചു. ശത്രുക്കൾ ദക്ഷിണ തീരപ്രദേശത്ത് പ്രധാന ശക്തിയായി സ്ഥാപിച്ച ഫിലിസ്തീർ ആയിരുന്നു. ഈ ആധിപത്യം പ്രദേശത്തെ കൃഷി ഉൽപ്പന്നങ്ങളുടെ വലിയൊരു ഭാഗവും ഫിലിസ്തീർ ചൂഷണം ചെയ്തതായിരിക്കാം. ശിംശോൻ സോറയും എഷ്തോലും തമ്മിലുള്ള മഹനേദാനിൽ താമസിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബം മുമ്പ് വടക്കോട്ട് കുടിയേറിയിട്ടില്ലാത്ത ഗോത്രത്തിൻ്റെ ഭാഗമായിരുന്നു. സോറ വടക്കുഭാഗത്ത് സോരേഗ് നദിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്നു. വാഡിയുടെ തെക്കുഭാഗത്ത് ബേത്ത് ഷെമെഷിന് എതിർവശത്താണ്. വടക്കോട്ട് നീങ്ങുന്നതിന് മുമ്പ് ഗോത്രം മഹനേദാനിനെ ക്യാമ്പിംഗ് ഗ്രൗണ്ടായി ഉപയോഗിച്ചിരുന്നു. സോറ കുന്നിൻ മുകളിൽ ആയിരുന്നു. തിമ്ന താഴ്വരയിൽ ആയിരുന്നു. ശിംശോൻ വിവാഹത്തിനായി ആഗ്രഹിച്ച ഒരു സ്ത്രീയെ കണ്ടു. വിവാഹം ക്രമീകരിക്കാൻ അച്ഛനോട് ആവശ്യപ്പെട്ടു. ആ പ്രക്രിയയിൽ ശിംശോൻ ഒരു സിംഹത്തെ കൊന്നു. അത് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് ആധാരമായി. ശിംശോൻ സിംഹത്തിൻ്റെ ഉടലിൽ നിന്നുള്ള തേൻ കഴിച്ചു. അത് ശിംശോൻ അശുദ്ധമായ ഭക്ഷണമായിരുന്നു. അവൻ അത് ഒഴിവാക്കണമായിരുന്നു. കടം വീട്ടാനുള്ള വസ്ത്രങ്ങൾ വാങ്ങാൻ അവൻ തീരദേശമായ അഷ്കെലോണിലേക്ക് യാത്രയായി. ഏദോം പാറയുടെ ഗുഹയിലേക്കുള്ള അവൻ്റെ പിൻവാങ്ങൽ ഒരു രഹസ്യമാണ്. അത് ബേത്ലഹേമിന് തെക്ക് നീർത്തടത്തിന് കിഴക്കുള്ള ഏദോമാണോ അതോ തെക്കൻ ഷെഫീലയിൽ ആയിരുന്നിരിക്കാവുന്ന ശിമിയോന്യരുടെ വകയായിരുന്ന ഏദോമാണോ അതോ നെഗേവിൻ്റെ വടക്കേ വശത്തായിരുന്നോ? പ്രത്യക്ഷത്തിൽ ശിംശോൻ തൻ്റെ അച്ഛനായ മൻഷയുടെ ശവകുടീരത്തിൽ സോറയും എഷ്തോലും തമ്മിൽ അടക്കം ചെയ്യപ്പെട്ടു. അതിനുശേഷം നമുക്ക് 2 അനുബന്ധങ്ങൾ ഉണ്ട്. ഒന്നാമത്തേത് ന്യായാധിപന്മാർ 17-18 ആണ്. ഇത് മിക്കായുടെ കുടുംബത്തിൻ്റെ കഥയും ദാന്യരുടെ കുടിയേറ്റവുമാണ്. മിക്ക തൻ്റെ അമ്മയിൽ നിന്ന് 1100 ഷേക്കൽ വെള്ളി മോഷ്ടിച്ചു. അവൾ കള്ളനോട് ശാപം ഉച്ചരിച്ചപ്പോൾ അവൻ തൻ്റെ കുറ്റം സമ്മതിച്ചു. അവൾ ഉടൻ തന്നെ ശാപത്തെ പ്രതിരോധിക്കാൻ ഒരു അനുഗ്രഹം ഉച്ചരിച്ചു. അവൾ 200 ഷേക്കൽ വെള്ളി എടുത്ത് ഒരു വെള്ളിക്കാരനോട് വെള്ളി പൊതിഞ്ഞ ഒരു പ്രതിമ ഉണ്ടാക്കാൻ കൊടുത്തു. മിക്ക ആ പ്രതിമ എടുത്തു ഒരു എഫോദും ചില വിഗ്രഹങ്ങളും ഉണ്ടാക്കി തൻ്റെ മക്കളിൽ ഒരാളെ പുരോഹിതനായി നിയമിച്ചു. ബേത്ലഹേമിൽ നിന്നുള്ള ഒരു ലേവ്യൻ ജോലി അന്വേഷിച്ചു വന്നു. മീഖാവ് അവനെ ദേവാലയത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചു. ദാൻ ഗോത്രം താമസിക്കാൻ ഒരു പ്രദേശം അന്വേഷിക്കുകയായിരുന്നു. അവർ സോറയും എഷ്തോലും നിന്നു 5 പുരുഷന്മാരെ അത്തരം ഒരു സ്ഥലം കണ്ടെത്താൻ അയച്ചു. അവർ എഫ്രൈം മലനാടിൽ പ്രവേശിച്ചു. മിക്കായുടെ വീട്ടിലെത്തി. ലേവ്യൻ്റെ ഭാഷ ശൈലി പിരിച്ചറിഞ്ഞു.
അവരുടെ സാധ്യതകളെക്കുറിച്ച് അവനോട് ചോദിച്ചു. അവൻ അനുകൂലമായ മറുപടി നൽകി. പിന്നെ അവർ ലൈശിനെ കണ്ടെത്തി. 5 പുരുഷന്മാർ വീട്ടിലേക്ക് മടങ്ങി അനുകൂലമായ റിപ്പോർട്ട് നൽകി ലൈശിനെ ആക്രമിക്കാൻ നിർദ്ദേശിച്ചു. വഴിയിൽ അവർ മിക്കായുടെ വീട്ടിൽ നിന്നു. അവർ ക്ഷേത്രം പിടിച്ചെടുത്തു അവൻ്റെ പുരോഹിതനെയും കൂട്ടിക്കൊണ്ടുപോയി. 600 ആയുധധാരികൾ ഉണ്ടായിരുന്നതിനാൽ മിക്കായ്ക്ക് അവരെ തടയാൻ കഴിഞ്ഞില്ല. ലൈശിനെ രക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അത് ഗിദെയോനിൽ നിന്ന് ദൂരെയായിരുന്നു. അവർക്ക് മറ്റാരുമായും ബന്ധമില്ലായിരുന്നു. ദാന്യർ അവരെ ആക്രമിച്ചു. നഗരം പുനർനിർമ്മിച്ചു. അതിനെ ദാൻ എന്ന് വിളിച്ചു. നഗരം ബേത്ത് അഹോബിന് സമീപമുള്ള താഴ്വരയിൽ ആയിരുന്നു. ദാന്യർ തങ്ങളുടെ വേണ്ടി വിഗ്രഹം സ്ഥാപിച്ചു. മോശയുടെ മകനായ യോഥാം അവൻ്റെ പുത്രന്മാർ ദാൻ ഗോത്രത്തിനായി പുരോഹിതന്മാരായി. രണ്ടാമത്തെ ആശ്രയം ലേവ്യനും അവൻ്റെ ഉപകുനിയും ആണ്. അവർ ന്യായാധിപന്മാർ 19-20 വിഷയമാണ്. എഫ്രൈമിലെ മലനുകളിൽ ഒരു അകലെയുള്ള പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു ലേവ്യന് ബെത്ലഹേമിൽ നിന്നുള്ള ഒരു ഉപപത്നിയുണ്ടായിരുന്നു. അവൾ വിശ്വസ്തയല്ലാതിരുന്ന് തൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് മടങ്ങി. 4 മാസത്തിന് ശേഷം ലേവ്യൻ അവളെ തിരികെ കൊണ്ടുവരാൻ ബേത്ലഹേമിലേക്ക് പോയി. ലേവ്യന് അവിടെ നിന്ന് പോകാൻ ബുദ്ധിമുട്ടായി. പക്ഷേ 5-ാം ദിവസം വൈകിട്ട് അവൻ പുറപ്പെട്ടു. അവൻ ജബൂസിലൂടെ വൈകുന്നേരം കടന്നുപോയി. പക്ഷേ അത് ഇസ്രായേല്യരുടെ നഗരം അല്ലാത്തതിനാൽ അവൻ നിർത്തിയില്ല. അവർ ബെന്യാമിനിലെ ഗിബയിൽ എത്തും വരെ യാത്ര തുടർന്നു. പക്ഷേ അവരെ ആരും രാത്രിക്ക് സ്വീകരിച്ചില്ല. എഫ്രൈമിലെ മലനിരകളിൽ നിന്നുള്ള ഗിബയിൽ താമസിക്കുന്ന ഒരു വയോധികൻ തൻ്റെ ജോലിയിൽ നിന്നും മടങ്ങിയെത്തി. അവർ അവൻ്റെ വീട്ടിലേക്ക് പോയി. അവർ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ നഗരത്തിലെ ചില ദുഷ്ടന്മാർ ആ വീട്ടിനെ വളഞ്ഞു. വാതിൽ തട്ടിക്കൊണ്ട് ആ വീട്ടുടമയായ വയോധികനോട് അവർ വിളിച്ചു, നിന്റെ വീട്ടിലേക്ക് വന്ന മനുഷ്യനെ പുറത്തേക്ക് കൊണ്ടുവരിക. ഞങ്ങൾ അവനോടൊപ്പം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. ആ വെപ്പാട്ടിയെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവർ അവളെ ബലാത്സംഗം ചെയ്യുകയും രാത്രി മുഴുവൻ പീഡിപ്പിക്കുകയും ചെയ്തു. പുലർച്ചെ അവളെ വിട്ടയച്ചു. അടുത്ത ദിവസം രാവിലെ അവളുടെ ഭർത്താവ് അവളെ വാതിൽക്കൽ മരിച്ച നിലയിൽ കണ്ടു. അവൻ അവളെ കഷ്ണങ്ങളാക്കി ആ കഷ്ണങ്ങൾ മുഴുവൻ ഇസ്രായേലിലേക്കും അയച്ചു. മിസ്പയിൽ ഗോത്രങ്ങൾ ഒന്നിച്ചു മിസ്പയിൽ പറഞ്ഞു, ഗോത്രങ്ങൾ ബെന്യാമിനോട് കുറ്റക്കാരായ പുരുഷന്മാരെ കൈമാറാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അവർ നിരസിച്ചു. ഇസ്രായേൽ ബെന്യാമിനെതിരെ 2 തവണ യുദ്ധം ചെയ്തു. പക്ഷേ തോറ്റു. തുടർന്ന് അവർ മിസ്പയെ പോലെ ഒരു ആരാധനാലയമായ ബേഥേലിലേക്ക് പോയി. അവിടെ സത്യം ചെയ്യാനും ദൈവത്തിൻ്റെ ഉപദേശം തേടാനും കഴിയും. യുദ്ധത്തിൻ്റെ തന്ത്രവും വ്യാജമായ പിൻവാങ്ങലിൻ്റെയും പതിയിരുന്ന ആക്രമണത്തിൻ്റെയും തന്ത്രങ്ങളും ഒരു പൊതുപ്രമേയമായിരിക്കണം. അക്കാലത്തെ പ്രാദേശിക സംഘർഷങ്ങളിൽ ഒരു പ്രധാന രീതിയായിരിക്കാം. 3-ാമത്തെ ഏറ്റുമുട്ടലിന് ശേഷം ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് 400 പേർ മാത്രമേ ജീവനോടെ അവശേഷിച്ചുള്ളൂ. ഒരു ഗോത്രം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുന്നത് തടയുക എന്ന പ്രമേയം അതിജീവിച്ച ബെന്യാമിൻ യോദ്ധാക്കൾക്ക് ഭാര്യമാരെ നൽകാൻ സ്വീകരിച്ച ക്രൂരമായ നടപടികളിൽ പ്രതിഫലിക്കുന്നു. സാമൂഹിക സൈനിക സമാഹാരത്തിൽ പങ്കെടുക്കാത്തതിനാൽ ജാബേഷ് ഗിലെയാദ് നഗരം നശിപ്പിക്കപ്പെട്ടു. അവിടുത്തെ കന്യകമാരെ രക്ഷപ്പെടുത്തി ബെന്യാമിന്യർക്കു നൽകി. ഷീലോയിൽ നിന്നുള്ള സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകൽ പ്രത്യേക ഭൂമിശാസ്ത്ര വിവരണത്തിൻ്റെ അപൂർവ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. ഷീലോയിൽ വർഷം തോറും യഹോവയുടെ ഒരു ഉത്സവമുണ്ട്. ഇത് ബേഥേലിൻ്റെ തെക്കുഭാഗത്തും ബേഥേൽ നിന്ന് ശെഖേമിലേക്കും ലബോണയുടെ തെക്കുഭാഗത്തേക്കും പോകുന്ന പാതയുടെ കിഴക്കുഭാഗത്തുമാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ സംഭവങ്ങൾ എങ്ങനെ സംഭവിച്ചുവെന്ന് മനസ്സിലാക്കാൻ കുറച്ച് പശ്ചാത്തലം ആവശ്യമുണ്ട്. വെനാമോൻ്റെ കഥയുണ്ട്. വെനാമോൻ ഒരു ഈജിപ്ഷ്യൻ പുരോഹിതനായിരുന്നു. ദൈവമായ അമുൻഡയ്ക്ക് ഒരു കപ്പൽ നിർമ്മിക്കാൻ മരം നേടാൻ വടക്കോട്ട് അയക്കപ്പെട്ടു. അവൻ തീരനഗരമായ ഡോർ നഗരത്തിലെത്തി.
അവിടെ ഒരു ഡിയാർ ഉള്ള ഒരു കപ്പൽക്കൂട്ടം ഉണ്ടായിരുന്നു. ഇത് തെക്കറിൻ്റെ സമുദ്ര കപ്പൽക്കൂട്ടം എന്നറിയപ്പെടുന്നു. ഈ സമയത്ത് കനാനിൽ ഈജിപ്തിൻ്റെ ആധിപത്യം ഉണ്ടായിരുന്നില്ല, അതായത് ഈജിപ്ത് ദുർബലമായിരുന്നു. ബെനാമോൻ മരം വാങ്ങാൻ പണം നൽകേണ്ടി വന്നു. ദുർഭാഗ്യവശാൽ അവൻ്റെ പണം അവൻ്റെ സംഘത്തിലെ ഒരാൾ മോഷ്ടിച്ചു. അത് തിരികെ ലഭിക്കാനായില്ല. പിന്നീട് അവൻ ഡോറിലേക്ക് പോയി ശത്രുക്കളുടെ കപ്പൽക്കൂട്ടത്തിൽ ഒന്നിനെ പിടിച്ചു. നഷ്ടപ്പെട്ട പണം തിരികെ നേടാൻ അത് ഉപയോഗിച്ചു. അവൻ വിജയിച്ചുവെന്ന് നമുക്ക് തോന്നുന്നു, പക്ഷേ കഥ അവിടെ അവസാനിക്കുന്നു. ഫിലിസ്ത്യരെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം, കാരണം അവർ ഈ സമയത്ത് ഒരു പ്രധാന ഗ്രൂപ്പാണ്. ആവർത്തനം 2.23 കാസ്റ്റിൽ നിന്നുള്ള ആളുകൾ വന്ന് അബീമിൻ്റെ ദേശം നശിപ്പിച്ചുവെന്നായിരുന്നു പാരമ്പര്യം. ഗസ്സാവരെയുള്ള ഗ്രാമങ്ങളിൽ താമസിച്ചിരുന്ന അബീയരെയോ കഫ്തോരിൽ നിന്ന് പുറപ്പെട്ട കഫ്തോറിയർ നശിപ്പിച്ച് അവരുടെ സ്ഥലത്ത് കുടിപാർത്തു. പിന്നീട് യോവാഷ് 13.3 ഈജിപ്തിൻ്റെ കിഴക്കൻ ഭാഗത്തുള്ള ശിഹൂർ നദിയിൽ നിന്ന് വടക്കൻ എക്രോൺ പ്രദേശം വരെ എല്ലാം കനാന്യരുടെ ഭാഗമായാണ് കണക്കാക്കപ്പെട്ടത്. ഗാസ്, അഷ്ഡോദ്, അഷ്കലോൻ, ഗാദ്, എക്രോൺ എന്നിവിടങ്ങളിലെ 5 ഫിലിസ്ത്യൻ ഭരണാധികാരികളുടെ പ്രദേശം. പിതൃകഥകളിൽ ഗെരാറിൽ ഫിലിസ്ത്യർ ഉണ്ടായിരുന്നു എന്ന് ശ്രദ്ധിക്കുക. അവരെ സമുദ്രജനങ്ങൾ എന്ന് വിളിക്കുന്നതും ശ്രദ്ധിക്കുക. അമർണ ഗുളികകളിൽ അവരെ ലൂസിയന്മാർ എന്നും സാർദാനി എന്നും വിളിക്കുന്നു. മെഡിനെറ്റ് ഹാബുവിലെ രാമസീസ് എയുടെ മഹത്തായ ശിലാലിഖിതം കരയിലും കടലിലും നിന്നുള്ള 2 ആക്രമണങ്ങളുടെ ചിത്രങ്ങൾ കാണിക്കുന്നു. ഭൂമിയിലെ യുദ്ധത്തിൽ സാർദാനി ഈജിപ്തിൻ്റെ ഭാഗമായിരുന്നുവെന്നതിനാൽ രാമസീസ് അവരെ കൂലിപ്പടയാളികളായി നിയമിച്ചിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവൻ്റെ സൈന്യത്തിൻ്റെ ഭാഗമായിട്ടാണ്. കടൽ യുദ്ധം 5 ശത്രു കപ്പലുകളും 5 തരത്തിലുള്ള ഹെൽമറ്റുകളോ തലക്കെട്ടുകളോ കാണിക്കുന്നു. അവർ മുന്നിൽ തീ ഒരുക്കിയിട്ട് ഈജിപ്തിലേക്ക് കുതിച്ചു. അവർ ധരിച്ച ഹെൽമറ്റിൻ്റെ തരം നോക്കി അവർ ഏത് സമുദ്രജനങ്ങളാണെന്ന് നിങ്ങൾ പറയുക. ഓരോന്നും വ്യത്യസ്തമായിരുന്നു. പലസ്തീനിൽ നമുക്ക് ഒരു രാജാവും 5 സ്വേച്ഛാധിപതികളുമുണ്ട്. ശൗലിൻ്റെ ഭരണകാലത്ത് ഫിലിസ്ത്യരുടെ അധികാരം ഇസ്രായേൽ താഴ്വര വരെ വ്യാപിച്ചു. ഫിലിസ്ത്യർ യാർക്കോൺ മുതൽ തെക്കോട്ട് പലസ്തീനിലെ തീരപ്രദേശം അധിനിവേശം ചെയ്തു. ശൗലിൻ്റെ കാലത്ത് യോഥാം ഫിലിസ്ത്യർക്കെതിരെ പോയപ്പോൾ നടന്ന യുദ്ധങ്ങളെക്കുറിച്ചും ശൗൽ ഫിലിസ്ത്യർക്കെതിരെ നടത്തിയ ചില യുദ്ധങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാം. ഇപ്പോൾ നമുക്ക് ഈ 5 തീരനഗരങ്ങൾ ഉണ്ട്. നമുക്ക് ഗാസ ഉണ്ട്. ഇത് പല ഈജിപ്ഷ്യൻ സ്രോതസ്സുകളിൽ നിന്ന് അറിയപ്പെടുന്നു. ഇത് ഒരു പ്രധാന ഈജിപ്ഷ്യൻ കേന്ദ്രമായിരുന്നു. അഷ്കലോൻ അതുപോലെയാണ്. അതും ഒരു ഈജിപ്ഷ്യൻ കേന്ദ്രമായിരുന്നു. അഷ്ദോദ്, ഉഗാരിറ്റിൽ നിന്ന് വാചകങ്ങൾ ലഭിക്കുന്നു. ഇത് ഒരു തുറമുഖമായിരുന്നു. അവിടെ നിന്ന് മരം, തുണി, മുടി, മീൻ, മറ്റ് ഉൽപ്പന്നങ്ങൾ എന്നിവ കയറ്റുമതി ചെയ്യപ്പെട്ടു. എക്രോൺ, ഇത് തെൽ ബാരാസി, തിമ്ന, വാടി ആരയുടെ ചരിത്രത്തിൻ്റെ തെക്കുഭാഗത്ത് 3.25 മൈൽ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. ഇത് 40 ഏക്കർ വിസ്തീർണം ഉൾക്കൊള്ളുന്നു. ഗാദിൻ്റെ സ്ഥാനം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. തെൽ ഷെയ്ഖ് എൽറനി വിശ്വാസ്യത നഷ്ടപ്പെട്ടു. ഹെല്ലെനെജ്ജലെ സാധ്യതയുള്ള ഒരു ഹൈക്സോസ് പട്ടണം. തെൽ എൽഹെപ്സി എഗ്ലോൺ ആയിരിക്കാം. ദാവീദിനും തൻ്റെ ശരീരരക്ഷകരായി ഫിലിസ്ത്യർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഒരു കൂട്ടം മുഴുവൻ പ്രദേശത്തിനും, പ്രത്യേകിച്ച് പലസ്തീനിൽ സ്ഥിരതാമസമാക്കിയ മുഴുവൻ കടൽ ജനതയ്ക്കും അതിൻ്റെ പേര് നൽകിയത്? മുൻപ് പറഞ്ഞതുപോലെ ഗെരാറിൽ അവർ നേരത്തെ ഫിലിസ്ത്യർ ആയിരുന്നിരിക്കാം. അവർ പുതിയ കുടിയേറ്റക്കാരെ ഉൾക്കൊണ്ടു. കടൽ ജനതയിൽ ഒരാൾ പ്രബലനാണെങ്കിൽ എബ്രായർ പലതരം കടൽ ജനതയെ വേർതിരിച്ചു കാണുമായിരുന്നില്ല. നമുക്ക് ഇസ്രായേലുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ട്. തീരദേശ സമതലമായ ദോറിൻ്റെയും ബെറ്റുഷൻ്റെയും നിയന്ത്രണം ആദ്യം ഫിലിസ്ത്യർക്കായിരുന്നു.
യാർക്കോണിൻ്റെ ഉറവിടത്തിലുള്ള ആദിക് ഒരു വടക്കൻ അതിർത്തി പട്ടണമായി മാറിയതായി തോന്നുന്നു. അവർ വടക്കിലും വടക്കു പടിഞ്ഞാറും സൈനിക ക്യാമ്പയിനുകൾക്കായി ഇവിടെ ഒന്നിച്ചു. ഫെലിസ്ത്യരുടെ സാംസ്കാരിക സ്വാധീനം കുറച്ച് തലമുറകൾക്കേ അനുഭവപ്പെട്ടുള്ളൂ. അവർ 150 വർഷം ആധിപത്യം പുലർത്തിയ ഒരു ഘടകമായിരുന്നു. അവർക്ക് മികച്ച സൈനിക സംഘാടനവും നന്നായി പൂർണ്ണതയാർന്ന യുദ്ധരീതികളും ഉന്നതമായ ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. ഷിംഷോൻ താൽപ്പര്യങ്ങളുടെ ആദ്യത്തെ സംഘർഷത്തെ പ്രതിനിധീകരിക്കുന്നു. ഈ സമയത്ത് ഫെലിസ്ത്യർ ഇസ്രായേലിനെ നിയന്ത്രിച്ചിരുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. എങ്കിലും ഷിംഷോൻ ഫെലിസ്ത്യർക്ക് ഒരു മുള്ളായിരുന്നു. നമുക്ക് യഹൂദ, ഹെസ്രോൻ, കാലേബ്, ഷോബാൽ, കിര്യാത് യാരീം, ഇത്രിദുബൽ, ഷുമാദിദുബൽ, മിസ്രിദുബൽ എന്നിവരുണ്ട്. ഇവരിൽ നിന്നാണ് സോരയും എസ്താലിയരും അതായത് സോരയും എസ്തൂവോയും ഉദ്ഭവിച്ചത്. ഇവർ ദാൻ ഗോത്രത്തിൽപ്പെട്ടവരാണ്. ഇന്നയും സോറയും തമ്മിൽ അതിർത്തി കിടന്നു. ഷേഫലയുടെ നിയന്ത്രണത്തിനായി നിർണായകമായ ഒരു യുദ്ധം യഹൂദയിൽ ശൗൽ രാജാവായിരുന്നപ്പോൾ നടന്നു. ഇതാണ് ദാവീദിനെ ഫെലിസ്ത്യരോടൊപ്പം പോകാൻ അനുവദിക്കാതെ സിക്ലാഗിലേക്ക് മടങ്ങാൻ പറഞ്ഞത്. ഇസ്രായേൽ തോറ്റു. ഫെലിസ്ത്യർ ആ പ്രദേശത്തിൻ്റെ ഭൂരിഭാഗവും കൈവശപ്പെടുത്തി. പെട്ടകം പിടിച്ചെടുത്തു. അവർ അത് അഷ്തോദിലേക്ക് അയച്ചു, പിന്നെ ഗാദിലേക്ക്, പിന്നെ എക്രോനിലേക്ക്, പിന്നെ ബേത്ത് ഷെമെഷിൽ ഇസ്രായേലിലേക്ക് തിരികെ നൽകി. ചിലർ പെട്ടകത്തിനുള്ളിൽ നോക്കിയപ്പോൾ അവർ കൊല്ലപ്പെട്ടു. അതിനാൽ അവർ അത് കിര്യാത് യാരീമിലേക്ക് അയച്ചു. ശൗലിൻ്റെ നേതൃത്വം കുറച്ചു കാലത്തേക്ക് ഫലപ്രദമായിരുന്നു. അദ്ദേഹം ജനങ്ങളെ മിസ്പയിൽ കൂട്ടിച്ചേർത്തു. ഫെലിസ്ത്യർ ഇസ്രായേലിനെ ആക്രമിച്ചു. പക്ഷേ ശൗൽ ജനങ്ങൾക്കായി പ്രാർത്ഥിച്ചു. കർത്താവ് ഇടിമുഴക്കുകയും ഫെലിസ്ത്യരെ തോൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ഇസ്രായേല്യർ ഫെലിസ്ത്യരെ മിസ്പയിൽ നിന്ന് ബേത്കാരിലേക്ക് പിന്തുടർന്നു. എക്രോൺ മുതൽ ഗാദ് വരെ പട്ടണങ്ങൾ ഇസ്രായേലിന് തിരിച്ചുകിട്ടി. ഈ കാലഘട്ടത്തിൽ നടന്ന ചരിത്രത്തെക്കുറിച്ച് ഇത്രയേറെ.